ചൂരൽമലയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ബെയിലി പാലത്തിന് മുൻപിൽ പോലീസുമായി നാട്ടുകാർ തർക്കത്തിലേർപ്പെട്ടു. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ചൂരൽമലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. മഴ കനത്തതോടെ പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. ഇത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. തുടർന്നാണ് പ്രതിഷേധമുണ്ടായത്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് നേരിടുന്നതായി നാട്ടുകാർ പറയുന്നു. ഒരുപാട് നാളായി പണിയില്ലാതെ ഇരിക്കുന്നു. ആ 9,000 കൊടുത്തിരുന്നെങ്കിൽ ഇത്ര റിസ്ക് എടുത്ത് ആളുകൾ പണിക്ക് പോകില്ലായിരുന്നു. നിത്യവേതനമെന്ന 300 രൂപ പോലും സർക്കാർ നൽകാൻ തയ്യാറാകുന്നില്ല. ഇവിടെ താമസിക്കുന്നവരെ ആരും തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഞങ്ങൾക്ക് ഇനി ജീവിക്കേണ്ടെന്നും അവർ പറഞ്ഞു. ബെയിലി പാലത്തിൽ കയറി നിൽക്കാൻ പോവുകയാണ്. ഒരു പ്രദേശവാസി ഇങ്ങനെയാണ് പറഞ്ഞത്. മണിക്കൂറുകളായി ഇങ്ങനെ ഒരു സാഹചര്യമുണ്ടായിട്ട് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എല്ലാ നഷ്ടപ്പെട്ടവരാണെന്നും ഇനി എവിടേക്ക് പോകാനെന്നും നാട്ടുകാർ ചോദിക്കുന്നു. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ഉയർത്തുന്ന വിഷയം. മേഖലയിലെ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്. പുന്നപ്പുഴയിൽ ഒഴുക്ക് കൂടിയതോടെ ആശങ്കയിലാണ് ചൂരൽമല ടൗണിലെ താമസക്കാർ. പുഴ കരകവിഞ്ഞാൽ ജീവന് ഭീഷണിയാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബുധനാഴ്ച പുഴയിൽ ഒഴുക്ക് കൂടിയതോടെ ബെയിലി പാലം അടക്കുകയും തോട്ടം തൊഴിലാളികളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ചൂരൽമലയിലേക്ക് ആളുകൾ വരുന്നത് പൂർണ്ണമായും ഇല്ലാതായാൽ ഉപജീവനം മുടങ്ങുമെന്നും ആളുകൾ പറയുന്നു. പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ വില്ലേജ് ഓഫീസറെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. ഉരുൾപൊട്ടൽ ധനസഹായവുമായി ബന്ധപ്പെട്ട് സർക്കാർ വാക്ക് പാലിച്ചില്ലെന്നും ഞങ്ങൾക്കും ജീവിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് യാതൊരു തരത്തിലുള്ള സഹായവും ലഭിച്ചിട്ടില്ല. ധനസഹായം വിതരണം ചെയ്തതിൽ പാകപ്പിഴ ഉണ്ടായി. സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങൾ പോലും സുരക്ഷിതമെന്ന് അറിയിച്ച് ജനങ്ങളെ താമസിപ്പിച്ചു. പ്രതിഷേധം ശക്തമായതോടെ വില്ലേജ് ഓഫീസറും ഉദ്യോഗസ്ഥരും സ്ഥലത്ത് നിന്ന് പിൻവാങ്ങുകയായിരുന്നു. വെള്ളാർമല വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തതെന്ന് ആരോപിച്ച് 6 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ 3 വാർഡുകളിലുള്ളവർക്കെല്ലാം 300 രൂപ വീതം പ്രതിദിന സഹായം നൽകുക, പുനരധിവാസ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന ഉറപ്പിലാണ് ഉദ്യോഗസ്ഥരെ ജനം വിട്ടയച്ചതും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.